അങ്ങനെ ഞാൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് ബാംഗ്ലൂർ വന്നിട്ടുള്ള ഫസ്റ്റ് സൺഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി സൺഡേസ് ആയ പുറത്ത് പോകണം, അത് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് സൺഡേ, അതായത് ഈ സൺഡേ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അതാണ് ഷെജിൽ. അങ്ങനെ ഞാനും ഇക്കും ഷെജിലും കൂടി പോകുന്നത് ബാംഗ്ലൂരുള്ള ഓറിയോൺ മോളിലേക്കാണ്. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് സൺഡേ ഔട്ടിങ്ങും ഫുഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളീ പോണത്. ഓറിയോൺ മോൾ കാണാൻ വന്ന കപ്പിൾസ് ഇത് ഇവിടെ നിൽക്കുന്നു. പറയൂ സാർ, എന്താണ് പറയാനുള്ളത്? ഇത് വ്ളോഗർ പാത്തു അല്ല, എന്താ പേര്? കാർത്തൂൻ. ഇത് ഹസ്ബൻഡ്. ഓക്കെ, ഇത് വ്ളോഗർ പാത്തു അല്ല, എന്താ പേര്? കാർത്തൂൻ. വളരെയധികം വിജൃംഭിച്ചൊരു മോളാണ് ഓറിയൺ മോൾ. അതിന് ഒത്തിരി പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കോമ്പൗണ്ടിൽ തന്നെ കുറേ ബിൽഡിങ്സ്, ഓഫീസ് സ്പേസസ്, അങ്ങനെ ഒത്തിരി റൂംസ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ താഴെ കാണുന്നതൊക്കെ റെസ്റ്റോബാസാണ്. നല്ല ഭംഗിയായിട്ട് മൊത്തത്തിൽ ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു ലേക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതാണ്, ഇ വേസ്റ്റ് അഥവാ ഇലക്ട്രോണിക് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് ഫുഡ് കോർട്ടിലേക്ക്. പോപ്പീസ് എന്ന് എന്തോ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ബ്രോസ്റ്റഡ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശന്ന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായില്ല, അത്ര വിശപ്പായിരുന്നു. നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. എന്താ ഇത്? കോഴി ഇതാ എന്നെ കോഴിന്ന് ഓൾ സ്കോർ ചെയ്ത് കിട്ടില്ലേ. അങ്ങനെ സ്റ്റേജിൽ നമ്മുടെ ഫുഡും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര അധികം വിശന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് കഴിക്കാനായിട്ട്. നമ്മളൊരു കോംബോ ഒക്കെയാണ് ഓർഡർ ചെയ്തത്. എന്തായിരുന്നു കോംബോ എന്ന് ഞാൻ മറന്നുപോയി. വിങ്സും വേറെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു, സ്ട്രിപ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കൊണ്ടുവരുന്നു ഡിസേർട്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീം. സിസ്ലിംഗ് ബ്രൗണി വിത്ത് ഐസ്ക്രീം ആയിരുന്നു. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂടായിരുന്നു, എല്ലാവരുടെയും നാക്ക് പൊള്ളി, ബട്ട് സ്റ്റിൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോവാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഈ ഒരു ഡോണട്ട്സിൻ്റെയും ബ്രൗണീസിൻ്റെയും ഒരു ഷോപ്പ് കണ്ടു. അവിടുന്ന് വളരെയധികം മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ഒരു ബ്രൗണി കം ഡോണട്ട്, ഒരു ലാവ കേക്കൊക്കെ പോലത്തെ ഒരു സംഭവം വാങ്ങി, ചോക്ലേറ്റിൻ്റെ. നല്ല ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഡീകാത്തലോണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.